നമസ്കാരം, CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വൈദ്യുതി തടസ്സം ജനങ്ങളെ കൃത്യസമയത്ത് അറിയിക്കുന്നതിന് ഓരോ സെക്ഷൻ പരിധിയിലും ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തി വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ സജീവമാക്കണമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ്. മഴ കുറഞ്ഞു, എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന മഴയേക്കാൾ ഏതാണ്ട് പകുതി മൂന്നിലൊന്നായിട്ട്. കാടുകുറ്റി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും വാളൂർ നായർ സമാജം സ്കൂളിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ലോക ജനസംഖ്യാ ദിനാചരണം നടത്തി. രാജ്യത്ത് ഭാരം കുറഞ്ഞ 10 കിലോഗ്രാമിന്റെ പാചകവാതക സിലിണ്ടറുകൾ വരുന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു. പവന് 80 രൂപയാണ് കുറഞ്ഞത്. വാർത്തകൾ വിശദമായി. വൈദ്യുതി തടസ്സം ജനങ്ങളെ കൃത്യസമയത്ത് അറിയിക്കുന്നതിന് ഓരോ സെക്ഷൻ പരിധിയിലും ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തി വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ സജീവമാക്കണമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ്. കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ വൈദ്യുതി മേഖലയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ചേർന്ന ജനപ്രതിനിധികളുടെയും KSEB ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരാതികളുമായി ഫോണിലോ നേരിട്ടോ ബന്ധപ്പെടുന്ന ഉപഭോക്താക്കളോട് സൗഹാർദ്ദപരമായി പെരുമാറാൻ ജീവനക്കാർ ശ്രദ്ധിക്കണം. ഫോൺ കോളുകളോട് പ്രതികരിക്കാത്ത സാഹചര്യം ഉണ്ടാകരുത്. വൈദ്യുതി തടസ്സങ്ങൾ സമയബന്ധിതമായി പരിഹരിക്കാൻ KSEB ജാഗ്രത പുലർത്തണം. ജനപ്രതിനിധികളുടെ സഹായത്തോടെ ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾക്കായി നിരന്തര വൈദ്യുതി സുരക്ഷാ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. വൈദ്യുതി ഉൽപാദന, വിതരണ, പ്രസരണ മേഖലകളിലെ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണുന്നതിനായി മണ്ഡലാടിസ്ഥാനത്തിലുള്ള സമിതികൾ കൂടുതൽ സജീവമാക്കണമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റുമാരെയും KSEB ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തി 2-3 മാസത്തിലൊരിക്കൽ അവലോകന യോഗങ്ങൾ വിളിച്ചു ചേർക്കാൻ MLA-മാർ മുൻകൈയെടുക്കണം. MLA ചെയർപേഴ്സണും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൺവീനറുമായ സമിതി മണ്ഡലതലത്തിലെ പ്രവൃത്തികൾ കൃത്യമായി വിലയിരുത്തണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. വൈദ്യുതി ക്ഷാമത്തിന് പരിഹാരമായി സോളാർ പാനലുകൾ സ്ഥാപിക്കാൻ പൊതുജനങ്ങൾ തയ്യാറാകുന്നുണ്ടെങ്കിലും ട്രാൻസ്ഫോമറുകളുടെ കുറവ് മൂലം KSEB-യിൽ നിന്ന് അനുമതി ലഭിക്കുന്നില്ലെന്ന പരാതി യോഗത്തിൽ MLA-മാർ ഉന്നയിച്ചു. 1000-ലധികം പുതിയ ട്രാൻസ്ഫോമറുകൾ വാങ്ങിയിട്ടുണ്ടെന്നും ഇവ 6 മാസത്തിനകം സ്ഥാപിക്കുമെന്നും KSEB അറിയിച്ചു. ഇതോടെ സോളാർ പാനലുകൾ കണക്ട് ചെയ്യാനുള്ള ശേഷി വർദ്ധിക്കുമെന്നും അവർ മറുപടി നൽകി. മലക്കപ്പാറയിലെ രൂക്ഷമായ വൈദ്യുതി പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം വേണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു. നിലവിൽ പരിയാരത്ത് നിന്ന് വനത്തിലൂടെ 60 കിലോമീറ്റർ ലൈൻ വലിച്ചാണ് മലക്കപ്പാറയിൽ വൈദ്യുതി എത്തിക്കുന്നത്. അതിരപ്പള്ളി കേന്ദ്രീകരിച്ച് പുതിയ സബ് റീജിയണൽ ഓഫീസ് വന്നാൽ ഈ പ്രതിസന്ധിക്ക് പരിഹാരമാകുമെന്ന് KSEB അറിയിച്ചു. കൂടാതെ പെരിങ്ങൽകുത്തിലും ഷോളയാറിലും ഒഴിഞ്ഞുകിടക്കുന്ന ക്വാർട്ടേഴ്സുകൾ നവീകരിച്ച് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനാകുമോ എന്നതിന്റെ സാധ്യത പരിശോധിക്കാൻ വനം വകുപ്പുമായി ചർച്ച നടത്താൻ ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ദേശീയപാത അതോറിറ്റി, PWD ഉൾപ്പെടെയുള്ള മറ്റ് സർക്കാർ വകുപ്പുകളുമായി ഏകോപനം ആവശ്യമുള്ള പ്രവൃത്തികളിലെ തടസ്സങ്ങൾ നീക്കാൻ ജില്ലാ കളക്ടർ പ്രത്യേക യോഗം വിളിച്ചു ചേർക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. KSEB-യുടെ നിലവിലുള്ള വിവിധ പദ്ധതികൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് MLA-മാരും യോഗത്തിൽ ആവശ്യപ്പെട്ടു. MLA-മാരായ രാജൻ J. പല്ലൻ, സനീഷ് കുമാർ ജോസഫ്, K. രാജൻ, C. രവീന്ദ്രനാഥ്, NK അക്ബർ, സേവ്യർ ചിറ്റിലപ്പള്ളി, KK രാമചന്ദ്രൻ, UR പ്രദീപ്, തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, MLA-മാരായ രാജൻ J. പല്ലൻ, സനീഷ് കുമാർ ജോസഫ്, K. രാജൻ, C. രവീന്ദ്രനാഥ്, NK അക്ബർ, സേവ്യർ ചിറ്റിലപ്പള്ളി, KK രാമചന്ദ്രൻ, UR പ്രദീപ്, തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, KSEB ഡയറക്ടർ MP രാജൻ, ചീഫ് എഞ്ചിനീയർമാരായ K. ദിനേശ്, ഷാജി സുധാകരൻ തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു. നേരത്തെ നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ വലിയ ട്രാഫിക് പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ട്. അവിടെ ജംഗ്ഷൻ വികസനവുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ തന്നെ ഉള്ള 60 ലക്ഷം രൂപ എന്നിട്ട് അത്
ഒന്ന് മണ്ണ് നീക്കി അവിടെ കൂടുതൽ വെള്ളം സംഭരിക്കാൻ എല്ലാവരുടെയും ആവശ്യം അതാണ്. അപ്പം വേഗത്തിൽ പരിഹരിക്കണം, എന്നാൽ സേഫായിട്ട് പരിഹരിക്കണം. അതിനും എല്ലാവരുടെയും സഹകരണം വേണം. എറണാകുളത്തായിരുന്നു. തൃശ്ശൂരാണ് മൂന്നാമത്തെ മീറ്റിംഗ്. കാടുകുറ്റി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും വാളൂർ നായർ സമാജം സ്കൂളിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലോക ജനസംഖ്യാ ദിനാചരണം നടത്തി. ദിനാചരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളും അധ്യാപകരും ആരോഗ്യ പ്രവർത്തകരും ചേർന്ന് മനുഷ്യ ചങ്ങല തീർത്ത് ലോക ജനസംഖ്യ ദിനാചരണ പ്രതിജ്ഞ നടത്തി. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ KM മഞ്ജേഷ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. പ്രധാനാധ്യാപിക ML സിന്ധു, മെബിൻസ് ജോർജ്, ഗ്രീഷ്മ കുഞ്ഞപ്പൻ, CP അമ്പിളി, PTA പ്രസിഡന്റ് അമാർ ചോലൻ, ആശാ വർക്കർ ഐഷാബി എന്നിവർ പങ്കെടുത്തു. തുടർന്ന് എന്റെ ഒപ്പ് എന്റെ അടയാളം എന്ന പേരിൽ ഒപ്പ് ശേഖരണം നടത്തി. തുടർന്ന് വിദ്യാർത്ഥികൾക്ക് ക്വിസ് പോസ്റ്റർ മത്സരം നടത്തി. പോസ്റ്റർ മത്സരത്തിലും ക്വിസ് മത്സരത്തിലും വിജയികളായവർക്ക് സമ്മാനം നൽകി. ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എങ്ങനെ നമ്മുടെ സമൂഹത്തെ കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരു പ്രതിജ്ഞ എടുക്കുന്നത് നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവരും ഏറ്റുചൊല്ലണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രതിജ്ഞ. മനുഷ്യന്റെ നിലനിൽപ്പിനും പ്രകൃതിയുടെ രാജ്യത്ത് ഭാരം കുറഞ്ഞ 10 കിലോഗ്രാമിന്റെ പാചകവാത സിലിണ്ടർ വരുന്നു. ഗാർഹിക ഉപഭോക്താക്കൾക്കായി ഈ സിലിണ്ടറുകൾ ഇപ്പോൾ തന്നെ വിവിധ ബ്രാൻഡ് പേരുകളിൽ പരിമിതമായി ലഭ്യമാണ്. മറ്റ് രംഗങ്ങളിലേക്കും 10 കിലോഗ്രാം പാചകവാതക സിലിണ്ടറിന്റെ ലഭ്യത ഉറപ്പുവരുത്താനാണ് സർക്കാർ പദ്ധതിയിടുന്നത്. പൊതുമേഖലാ എണ്ണ വിപണന കമ്പനികൾ വഴി വിൽപ്പന നടത്തുന്ന ഈ സിലിണ്ടറുകൾക്ക് വാണിജ്യ സിലിണ്ടറുകളുടെ നിരക്കായിരിക്കും ചുമത്തുക. വലിയ 19 കിലോഗ്രാം വാണിജ്യ സിലിണ്ടറുകൾ സൂക്ഷിക്കാനും ട്രാൻസ്പോർട്ടേഷനുമുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ഇത് സഹായകമാകുമെന്നാണ് വിലയിരുത്തൽ. പാചകവാതകം ആവശ്യമുള്ള താൽക്കാലിക തൊഴിലാളികൾ, വാടകക്കാർ, വിദ്യാർത്ഥികൾ, തെരുവ് കച്ചവടക്കാർ, കഫേകൾ, തട്ടുകടകൾ എന്നിവർക്ക് ഇത് ഏറെ പ്രയോജനം ചെയ്യും. HDPE അധിഷ്ഠിത കോമ്പോസിറ്റ് സിലിണ്ടറുകളാണ് വിപണിയിൽ എത്താൻ പോകുന്നത്. ഗ്യാസ് ഏജൻസികൾ വഴിയും തെരഞ്ഞെടുത്ത റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ വഴിയും വിൽക്കാനാണ് പദ്ധതി. HPCLന്റെ HP ഗ്യാസ് ഓജസ്, ഇന്ത്യൻ ഓയിലിന്റെ ഇന്ധൻ എക്സ്ട്രാ ലൈറ്റ്, BPCLന്റെ ഭാരത് ഗ്യാസ് ലൈറ്റ് എന്നിവയാണ് ഗാർഹിക ഉപഭോക്താക്കൾക്കായി വിപണിയിലുള്ള വിവിധ സിലിണ്ടറുകളുടെ പേരുകൾ. നിലവിൽ വാണിജ്യ ആവശ്യങ്ങൾക്കായി 19 കിലോഗ്രാം, 5 കിലോഗ്രാം, 2 കിലോഗ്രാം സിലിണ്ടറുകളാണ് എണ്ണ കമ്പനികൾ വിപണിയിൽ എത്തിക്കുന്നത്. വാണിജ്യ LPGക്ക് ഗാർഹിക പാചകവാതകത്തേക്കാൾ ഏകദേശം 133% വില കൂടുതലാണ്. ഡൽഹിയിൽ 14.2 കിലോഗ്രാമിന്റെ ഗാർഹിക സിലിണ്ടറിന് 942 രൂപയാകുമ്പോൾ 19 കിലോഗ്രാമിന്റെ വാണിജ്യ സിലിണ്ടറിന് 2930 രൂപയാണ് വില. 5 കിലോഗ്രാം സിലിണ്ടറിന് 808 രൂപ 50 പൈസ കൊടുക്കണം. അത്യാധുനിക കോമ്പോസിറ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചവയാണ് 10 കിലോഗ്രാം സിലിണ്ടറുകൾ. ഇവയ്ക്ക് 3 പാളികളുള്ള ഘടനയാണുള്ളത്. സാധാരണ സ്റ്റീൽ LPG സിലിണ്ടറുകളേക്കാൾ ഏകദേശം 50% ഭാരം കുറവായതിനാൽ ഇവ എളുപ്പത്തിൽ കൊണ്ടു നടക്കാനും കൈകാര്യം ചെയ്യാനും സാധിക്കും. ഇവയുടെ സുതാര്യമായ ഘടന കാരണം ഉപഭോക്താക്കൾക്ക് ഉള്ളിലെ ഗ്യാസിന്റെ അളവ് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനും സാധിക്കും. ഇത് റീഫില്ലുകൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ സഹായിക്കുമെന്ന് അധികൃതർ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് മഞ്ഞപ്ര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഞ്ഞപ്ര നടുവട്ടം ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും യൂണിഫോം വിതരണം ചെയ്തു. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മഞ്ഞപ്ര മണ്ഡലം പ്രസിഡന്റ് ജോസഫ് തോമസ് അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിന് പിന്തുണ നൽകുന്നതിനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സഹായം എത്തിക്കുന്നതിനുമുള്ള സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായാണ് യൂണിഫോം വിതരണം സംഘടിപ്പിച്ചതെന്ന് സംഘാടകർ അറിയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി പൈനാടത്ത്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജി സാജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിജു ഈരാളി, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സുഭാഷ് ബാലചന്ദ്രൻ, ചിഞ്ചു ജിജോ, സുനിത ലാലു, അംഗങ്ങളായ LC സാജു, ലീമ ബിനോയ്, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അജിത് വരയിലാൻ, ടിനു മൊബിൻസ്, ദിനു ജോർജ്, അലക്സ് ആൻഡു, ക്രിസ്റ്റഫർ തോമസ്, ജോമോൻ ഓലിയപ്പുറം, ദീപ പ്രദീപ്, ശ്രീലക്ഷ്മി S നായർ, കോൺഗ്രസ് നേതാക്കളായ തോമസ് ചെന്നേക്കാടൻ, പൗലോസ് പുല്ലൻ,
ബിനോയ് പാറയ്ക്ക, ലിസ തോമസ്, ജോസൻ വി ആന്റണി, വർഗീസ് കരിങ്ങൻ എന്നിവർ പ്രസംഗിച്ചു. ഞാനിവിടെ വന്നിരുന്നപ്പോൾ എന്റെ മനസ്സിൽ കടന്നു പോകുന്നത് നമ്മളൊക്കെ അന്ന് പഠിക്കാൻ 5ാം ക്ലാസ്സിൽ പഠിക്കാൻ പോയ സന്ദർഭം നമ്മുടെ മനസ്സിൽ ചെറിയ ഓർമ്മകളായി നിൽക്കുക 5ാം ക്ലാസ്സിൽ അവിടെ ചെന്നപ്പോൾ നമുക്കുണ്ടായ ഒരു അനുഭവം. ഇന്നത്തെ കുട്ടികളെ കളേക്കളൊക്കെ മെഡിക്കുകയാണ്. അവിടേക്കാകുമ്പോൾ 1ാം ക്ലാസ്സിൽ പഠിക്കാൻ നേരത്ത് നമുക്ക് ഒന്ന് വർത്താനം പറയാൻ പോലുള്ള ആഗ്രഹമില്ല. പാടാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് 3 കുട്ടികൾ വന്ന് ബൈക്കെടുത്ത് പാടിയത് ഒരു പേര് വെച്ച് കൊടുക്കാം. ഇന്നത്തെ തലമുറ കുറച്ചുകൂടി ഒരു ആത്മവിശ്വാസത്തോടു കൂടി വളർന്നത് തലമുറയാണ്. MP ശ്രീ ബെന്നി ബേഗനാൻ, വേദിയിരിക്കുന്ന ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് പി ജി സാജു, മറ്റ് എന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാര്, യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ജോസഫ് തോമസ്, തോമസ് ചേട്ടൻ, മറ്റ് ഇവിടെ നമ്മുടെ സ്കൂളിലെ PTA പ്രസിഡന്റ്, നല്ലവരായ ടീച്ചേഴ്സ്, വിദ്യാർത്ഥികളെ യൂത്ത് കോൺഗ്രസിന്റെ മഞ്ഞപ്പുരയിലുള്ള ഞാൻ സഹായിച്ച് അതിനുള്ള ക്രമീകരണം ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അപ്പത്തിന് പറയുകയും. സാമൂഹിക പ്രതിബദ്ധതയോടെ നമ്മൾ കുറെ നാളായിട്ട് മുന്നേറുകയാണ്. ഈ വർഷം സെന്റ് മേരീസ് UP സ്കൂളിൽ സ്പോർട്സ് കിറ്റ്, അതുപോലെ ഫുട്ബോൾ ഗോൾ പോസ്റ്റും എല്ലാം നമ്മൾ സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു യൂത്ത് നേതൃത്വത്തിൽ. അതിനും നമ്മുടെ പ്രിയങ്കരനായി MP തന്നെയാണ് അന്ന് വന്ന് നമ്മളോടൊപ്പം. സുഭാഷ് ഭാരതൻ. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു. പവന് 80 രൂപയാണ് കുറഞ്ഞത്. 1,04,720 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 10 രൂപയാണ് ഇടിഞ്ഞത്. 13,090 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. 10 ദിവസത്തിനിടെ പവന് 3,000 രൂപയാണ് ഇടിഞ്ഞത്. ഒരിടവേളയ്ക്ക് ശേഷം അമേരിക്ക ഇറാൻ സംഘർഷം കനത്തതോടെ എണ്ണവില കുതിച്ചുയർന്നത് അടക്കമുള്ള വിഷയങ്ങളാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. എണ്ണവില വർധന വിലക്കയറ്റത്തിന് കാരണമാകുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കൂട്ടാൻ തയ്യാറായേക്കുമെന്ന റിപ്പോർട്ടുകളും സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നുണ്ട്. പലിശ നിരക്ക് കൂട്ടുന്നത് സ്വർണത്തിന്റെ ആകർഷണം കുറയാൻ ഇടയാക്കും. ഇതിനു പുറമെ ഡോളർ ശക്തി ആർജിക്കുന്നതും സ്വർണത്തെ ബാധിക്കുന്നുണ്ട്. ജനുവരി 29 രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവിലയിലെ റെക്കോർഡ്. ഡിസംബർ 23 പവൻ വില ആദ്യമായി 1 ലക്ഷം കടന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലറായി BJPയിലെ R സുഗതൻ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. വിയ്യൂർ സെൻട്രൽ ജയിലിലെ സെൻട്രൽ ഹാളിൽ വെച്ചായിരുന്നു സത്യപ്രതിജ്ഞ. മേയർ VV രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഈശ്വരനാമത്തിലാണ് സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്തത്. വിയ്യൂർ ജയിലിലെ ലൈബ്രറി ഹാളിൽ 3 ചെയറുകളാണ് സജ്ജീകരിച്ചിരുന്നത്. മേയർ VV രാജേഷ്, കോർപ്പറേഷൻ സെക്രട്ടറി, ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള രാജേഷ് കുമാർ എന്നിവരാണ് ഡയസിൽ ഇരുന്നത്. തിരുവനന്തപുരം വാഴോട്ടുകോണം കൌൺസിലറാണ് സുഗതൻ. കാപ്പ കേസിൽ തടവിലായി വിയ്യൂർ സെൻട്രൽ ജയിലിലാണ് സുഗതനുള്ളത്. ഈ മാസം സത്യപ്രതിജ്ഞ ചെയ്തില്ലെങ്കിൽ സുഗതൻ അയോഗ്യനാക്കപ്പെടുമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുമതി തേടി സുഗതൻ കോടതിയെ സമീപിച്ചത്. വധശ്രമ കേസിലും പോലീസിനെ ആക്രമിച്ച കേസിലും നെടുമങ്ങാട് കോടതി സുഗതന് 1 ദിവസത്തെ ജാമ്യം അനുവദിച്ചിരുന്നു. എന്നാൽ കാപ്പ കേസുള്ളതിനാൽ ജയിൽ മോചിതനാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ജയിലിൽ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കുകയായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ സുഗതൻ ഉൾപ്പെടെ BJP ഭരണമുന്നണിക്ക് 101 അംഗങ്ങളാണ് ഉള്ളത്. സുഗതന് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ ഹൈക്കോടതി അനുമതി നൽകിയത് BJPക്ക് ആശ്വാസമാണ്. നേരത്തെ ഹിന്ദു ദൈവങ്ങളുടെയും ബലിദാനികളുടെയും പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തതിനാൽ സുഗതൻ അടക്കമുള്ളവരുടെ കൌൺസിലർ സ്ഥാനം ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ കോടതി ഉത്തരവിടുകയായിരുന്നു. ആന്ധ്രയ്ക്കാമ്പാടം ചിറ്റിലപ്പള്ളി വെണ്ണാട്ടുപറമ്പിൽ പരേതനായ ജോസ് ഭാര്യ ആനി നിര്യാതയായി. 86 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വൈദ്യുതി തടസ്സം ജനങ്ങളെ കൃത്യസമയത്ത് അറിയിക്കുന്നതിന് ഓരോ സെക്ഷൻ പരിധിയിലും ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തി വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ സജീവമാക്കണമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ്. നമുക്ക് മഴ കുറഞ്ഞു. എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന മഴയേക്കാൾ ഏതാണ്ട് 3/1 കാടുകുറ്റി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും വാളൂർ നായർ സമാജം സ്കൂളിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ലോക ജനസംഖ്യാ ദിനാചരണം നടത്തി.
രാജ്യത്ത് ഭാരം കുറഞ്ഞ 10 കിലോഗ്രാമിന്റെ പാചകവാതക സിലിണ്ടറുകൾ വരുന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു. പവന് 80 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.